ഗ്യാങ് വൈരാഗ്യത്തിന്റെ ക്രൂരമുഖം വീണ്ടും പുറത്തുവരുന്ന സംഭവമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഗുണ്ടാ നേതാവായി അറിയപ്പെട്ടിരുന്ന ആലുവ അതുലിനെ മാരകായുധങ്ങളാൽ ആക്രമിച്ച് വെട്ടിക്കൊന്ന സംഭവമാണ് സംസ്ഥാനത്തെ ഞെട്ടിച്ചിരിക്കുന്നത്. പകൽ സമയത്ത് തന്നെ റോഡിൽ വെച്ച് നടന്ന ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അതുൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവം നടന്നത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി സമീപത്താണ്. കാറിൽ യാത്ര ചെയ്യുകയായിരുന്ന ആലുവ അതുലിനെ മറ്റൊരു സംഘം വാഹനത്തിൽ പിന്തുടർന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. പിന്നീട് ആക്രമിക്കാൻ വാഹനം തടഞ്ഞു നിർത്തുകയും അതിൽ നിന്നിറങ്ങി വാളും മറ്റ് മാരകായുധങ്ങളും ഉപയോഗിച്ച് അതുലിനെ ആക്രമിക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ. ഗുരുതരമായി പരിക്കേറ്റ അതുലിനെ ഉടൻ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആക്രമണ സമയത്ത് അതുലിനൊപ്പം ഉണ്ടായിരുന്ന ഒരാൾക്ക് പരിക്കേറ്റെങ്കിലും ഇയാൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇതിനിടെ കേസിന്റെ പശ്ചാത്തലവും ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ്. നേരത്തെ നടന്ന ജിം സന്തോഷ് കൊലക്കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായിരുന്നു ആലുവ അതുൽ. ആ കേസിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് 2 ദിവസത്തിനകം തന്നെയാണ് ഇയാൾ ആക്രമിക്കപ്പെട്ടത്. ഇത് പ്രതികാര കൊലപാതകമായിരിക്കാം എന്ന സംശയത്തിലാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. പകൽ സമയത്ത് റോഡിൽ വെച്ച് നടന്ന ഈ ക്രൂര കൊലപാതകം സംസ്ഥാനത്ത് വീണ്ടും ഗ്യാങ് സംഘർഷങ്ങളെ കുറിച്ചുള്ള ആശങ്ക ഉയർത്തുകയാണ്. സംഭവത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെയും യഥാർത്ഥ കാരണം എന്താണെന്നത് കണ്ടെത്താൻ പോലീസ് അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ്.